നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്ന പ്രത്യേക ക്ഷണിതാവ് ശ്രീമതി ആസിയ ബി മാഡം LVO, അതുപോലെ ഈ വേദിക്ക് ആശംസകൾ അർപ്പിച്ച് കൊണ്ട് സംസാരിക്കുവാൻ ഇവിടെ വേദിയിൽ സന്നിഹിതനായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ SMC ചെയർമാൻ ശ്രീ ജബ്ബാർ, അതുപോലെ ആശംസ അർപ്പിക്കാൻ വേദിയിലിരിക്കുന്ന ഹമീദ ടീച്ചർ, ഈ വേദിക്ക് സ്വാഗതം ആശംസിച്ച ബാലസമാജം സെക്രട്ടറി ശ്രീഷാൻ, അതുപോലെ നന്ദി പ്രകാശിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ തയ്യാറായിരിക്കുന്ന ഫാത്തിമ ദിയ, ഈ വേദിയെ ധന്യമാക്കുവാൻ വേണ്ടി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, വിവിധ കലാവിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് അതിന് തയ്യാറായി ഇരിക്കുന്ന കലാപ്രതിഭകളെ, അത് ആസ്വദിക്കുവാൻ ഇവിടെ ഒരുങ്ങിയിരിക്കുന്ന പിഞ്ചു കുരുന്നുകളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം, നമസ്തേ. എന്തായാലും ഞാൻ പറഞ്ഞത് നമസ്തേ എന്നാണ്, അല്ലേ? നമസ്തേ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് നമസ്തേ എന്ന് പറയാൻ കാരണം? എല്ലാവരും പലപ്പോഴും സാധാരണയായി നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു പദമാണ് നമസ്തേ. അപ്പോൾ നമസ്തേ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ വേദിയിൽ നിങ്ങൾ ബഹുമാനം നൽകി, ആദരവ് നൽകി ക്ഷണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഞാൻ പറഞ്ഞത് നമസ്തേ എന്നാണ്. ഈ നമസ്തേ എന്ന പദം വേദങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു സംസ്കൃത പദമാണ്. ഇതിൻ്റെ ആശയം എന്ന് പറയുന്നത് ന എന്ന് പറയുമ്പോൾ ഞാൻ അല്ല, ബഹുമാനത്തിന് ആദരവിന് അർഹനായിരിക്കുന്നത് ഞാനല്ല, നിങ്ങളാണ് ഈ ആദരവിനും ബഹുമാനത്തിനുമെല്ലാം കാരണക്കാർ അല്ലെങ്കിൽ അർഹർ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഈ പദത്തിൻ്റെ അർത്ഥം. എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ ഇരിക്കാതെ ഞാൻ എത്ര സംസാരിച്ചിട്ടും ആ സംസാരത്തിന് ഒരു വിലയുമില്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ ആദരിക്കേണ്ട കാര്യമാണ്, നിങ്ങളെ തന്നെയാണ് ആദരിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ആദരണീയരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും. അതാണ് ഞാൻ നമസ്തേ പറഞ്ഞത്. ഇനി ഇന്ന് ഇവിടെ നമ്മൾ സംഘടിച്ചിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിലുള്ള നൈസർഗികമായ കഴിവുകൾ, നമ്മൾ ഓരോരുത്തരിലും അത്തരം കഴിവുകളുണ്ട്. പക്ഷെ അത് കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പിന്നിലായി പോകുന്നത്. അപ്പം അത്തരം ഉറങ്ങിക്കിടക്കുന്ന, നമ്മളിൽ ഒളിച്ചു കിടക്കുന്ന ആ കഴിവുകളെ കണ്ടെത്തുകയും അവയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ബാലസമാജം എന്നതുകൊണ്ടുള്ള വിവക്ഷ. ബാലസമാജം ബാലകരുടെ സംഗമമാണ്, ഒരുമിക്കലാണ്. ഒരുമിച്ചുകൊണ്ട് കൂട്ടത്തോടെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ആ ചെയ്യുന്നവരിൽ ആത്മവിശ്വാസം വളർത്തുകയും അത് യാതൊരു ഭയമോ അല്ലെങ്കിൽ യാതൊരു ആശങ്കയോ കൂടാതെ അവർക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ ഉള്ളിലുള്ളതെല്ലാം മുന്നിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു വഴിയാണ് അവിടെ ഒരുക്കപ്പെടുന്നത്. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു വേദിയാണ് ഈ ബാലസമാജം എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ കുട്ടികളിൽ ഏതാണ് കഴിവ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുകയും ആ കഴിവുകൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് അവരെ നമ്മൾ പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യുമ്പോൾ അവർക്ക്
മികച്ച ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ കുട്ടികളെ ഒരുക്കിയെടുക്കാൻ. അപ്പോ എപ്പോഴും പല പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ രക്ഷിതാക്കൾ അത് അവിടെ നടക്കുന്ന പരിപാടിയില്ല, അതങ്ങനെ നടന്നു പോകും, കുട്ടികൾ പങ്കെടുക്കുന്നെങ്കിൽ പങ്കെടുത്തോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള ഒരു ഉദാസീന മനോഭാവം എപ്പോഴും രക്ഷിതാക്കളിൽ ഉണ്ടാവാറുണ്ട്. ടീച്ചർമാര് ചിലപ്പോൾ ഒരു പാട്ട് പഠിച്ചു കൊണ്ടുവരാൻ പറയുമ്പോൾ നീ അവിടെ ഇരുന്ന് പഠിച്ചിട്ട് പോയി. അപ്പൊ കുട്ടി പകുതി പഠിച്ചോ അല്ലെങ്കിൽ അല്പം പഠിച്ചോ, കുട്ടി ഒന്ന് അത് പ്രദർശിപ്പിക്കുമ്പോൾ അതിന് ഒരു ഒരു വ്യക്തത ഉണ്ടാവുന്നില്ല, അതിന് കൃത്യത ഉണ്ടാകുന്നില്ല. അപ്പൊ രക്ഷിതാക്കൾ തന്നെ അതിനെ മനസ്സ് വെക്കുകയും ടീച്ചർ നിർദ്ദേശിച്ചിരിക്കുന്ന ആ പ്രവൃത്തി അവനെ കൊണ്ട് ഉത്സാഹത്തോടെ ചെയ്യിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വേദികളിൽ ഇത് പ്രകടിപ്പിക്കുമ്പോൾ അവനുള്ള ആ ടാലന്റ് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ചില കുട്ടികളിൽ പല കഴിവുകളുണ്ടാവും. അത്തരം കഴിവുകളെ എല്ലാം നമ്മൾ സമന്വയിപ്പിച്ചുകൊണ്ട് അവയെല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അപ്പൊ അതിനെയൊക്കെയുള്ള ഒരു തുടക്കമായിട്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള ഇത്തരം ബാലസമാജങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതുപോലെ സ്കൂളുകളിൽ ആഴ്ചകളിൽ എനിക്ക് തോന്നുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇവിടെ കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ അവസരങ്ങളിലൊക്കെ ഇതിനൊക്കെ ഇത്തരം കഴിവുകളെ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള അവസരങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിൽ കണക്കിൽ കൂട്ടിക്കൊണ്ട് തന്നെ അതിനൊക്കെ തയ്യാറാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ വളർത്തി വരാൻ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ വളരെ ദീർഘിപ്പിച്ചുകൊണ്ട് ഒരു പ്രസംഗത്തിലേക്ക് കടന്ന് കുട്ടികളുടെയും നിങ്ങളുടെയും ഒക്കെ സമയം കവർന്നുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ കലാപരിപാടികൾ ആസ്വദിക്കാനും അതുപോലെ അവതരിപ്പിക്കാനും വേണ്ടി അവർ കാത്തിരിക്കുകയാണ്, അവർക്ക് തയ്യാറായി ഇരിക്കുന്നവരാണ്. അവരുടെ ആ അവസരം കൂടുതൽ സമയം കവർന്നുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഈ വേദിയെ ഒന്ന് തുറന്നു തരിക എന്നുള്ളതാണ്. പക്ഷേ അത് തുറന്നു വരാൻ വേണ്ടി അതിനുള്ള താക്കോൽ വേണം. പക്ഷെ ആ താക്കോൽ സാറ് വീട്ടിൽ വെച്ച് മറന്നിട്ടാണ് വന്നതെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ആളെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് കുട്ടികളെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ പാട്ട് പാടിയാലോ മക്കളെ? എല്ലാവരും